ആഗോള ജെറീക്കോ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥനാപൂർവം ഇതിൽ പങ്കുചേരാൻ പോവുകയാണ്. ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജെറീക്കോ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് മരിയൻ സന്ദേശം നൽകുകയാണ്. ഇന്നേ ദിവസം മരിയൻ സന്ദേശം നൽകുന്നത് പത്തനംതിട്ടയുടെ പ്രഥമ മെത്രാനായ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമാണ്. മാർത്താണ്ഡൻ രൂപതയിലും മലങ്കര സഭയിലെയും അമേരിക്കൻ ഐക്യനാട്ടിലുമൊക്കെ ഒത്തിരിയേറെ ദൈവജനത്തിന് ശക്തിയും കരുത്തുമായി മാറിയ തിരുമേനിയ. പാപങ്ങളോടും വേദനിക്കുന്നവരോടുമൊക്കെ കരുണയുള്ള വ്യക്തിത്വം. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം അതീവ ശ്രദ്ധയോടെ ജനതയ്ക്ക് കരുത്ത് പകർന്നൊരു വ്യക്തിയാണ്. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി തിരുവചന സന്ദേശം നൽകി നമ്മളെ ആശീർവദിക്കുന്നതിന് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. പിതാവ് 2020 മാർച്ചിൽ ഇവിടെ തിരുവചന സന്ദേശം കൊറോണയ്ക്ക് മുമ്പായിട്ട് നൽകിയിട്ടുള്ളതാണ്. പ്രത്യേകപൂർവ്വം പിതാവിനെ തിരുവചന സന്ദേശത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൃപാസന ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് അലിവിൻ്റെ വീട്ടിലെ ഓരോ ദൈവമക്കളുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ കൃപാസനം വഴി നിരത്തിവെക്കുന്ന ചില ചിന്തകൾ ജെറീക്കോ പ്രാർത്ഥനയുടെ ഫലങ്ങൾ എങ്ങനെ അവരനുഭവിച്ചു, അതെങ്ങനെ ആധുനിക ലോകത്തിന് പ്രായോഗികമാണെന്ന് അല്പവിശകലനം ചെയ്യുന്നതിന് ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ജെറീക്കോ കോട്ടയുടെ അധഃപതനം, നശിപ്പിക്കൽ നാം വളരെ അർത്ഥവത്തായിട്ട് വായിക്കുന്നു. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവരുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ക്രമീകരിക്കുന്നതായി, അതുവഴിയായിട്ട് അവർക്ക് ലഭിക്കുന്ന വലിയ ദൈവകൃപയുടെ പദ്ധതിയാണല്ലോ ഈ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണല്ലോ ദൈവത്തിന്റെ ജനത്തിന്റെ കൂട്ടായ്മ, പ്രത്യേകിച്ച് പരിശുദ്ധ ദൈവമാതാവിനോട് ഈ മാസത്തിൽ നാം നടത്തുന്ന ജപമാല പ്രാർത്ഥന, അതിന്റെ പ്രദക്ഷിണം, അതിന്റെ ഔദ്യോഗികമായ ജപമാലയുടെ പ്രാർത്ഥനകളും ഒക്കെയും നാം ഉരുവിട്ടുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നത് ജെറീക്കോ സംഭവം ദൈവത്തിന്റെ കരങ്ങളിലൂടെ നടത്തപ്പെടുന്നു. ദൈവത്തിന്റെ ജനം അത് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അത് ഒരു കൂട്ടായ്മയായി ദൈവം തന്നെ അവരോടുകൂടി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു നേതൃത്വം കൊടുക്കുന്നത് ആ അധ്യായത്തിൽ നാം വായിക്കുന്നു. എങ്ങനെ ആ പട്ടണം നശിപ്പിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുകയും ചെയ്യുന്നതായി
നാം കാണുന്നു. ആ കോട്ടയുടെ ഉള്ളിലേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്ന് ദൈവം നിർദ്ദേശിക്കുന്നത് അതേപടി ജനം അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ കോട്ടകളെ ഇടിച്ചു താഴ്ത്തി അത് ആ പട്ടണം കൈവശമാക്കുകയും ചെയ്യുന്നു. കൂട്ടായ്മയായിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തിൻ്റെ ജനം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് ഫലമാണോ? ആണ്. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് നമ്മുടെ കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനം, പ്രാർത്ഥന, ശുശ്രൂഷകൾ കൂടുതൽ ഫലദായകമാകുന്നു. നാം പള്ളിയിൽ പോകുന്നത്, ജപമാല ചൊല്ലുന്നത്, കൂട്ടമായി നൊവേന നടത്തുന്നത്, ഇതൊക്കെ കൂട്ടമായിട്ട് നാം നടത്തുമ്പോൾ വ്യക്തിപരമായി നടത്തുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ജനത്തിന് അത് കൂടുതൽ അനുഗ്രഹപ്രദമാകുന്നു എന്നുള്ളത് സത്യമാണ്. ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടി, വിശ്വാസത്തോടുകൂടി അത് നടത്തുന്നു. ദൈവം അവരോട് ആജ്ഞാപിച്ചതനുസരിച്ച് അതേപടി അത് നടത്തിയെടുക്കുന്നതിന് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം, ആ വലിയ വിശ്വാസമായിരുന്നു ആ ജനതയെ ഈ ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുന്നതിന് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടത്. കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് സാധിച്ചത് ആ വിശ്വാസം, കൂട്ടായ്മയും അതോടെ ചേർന്നുള്ള ദൈവത്തിൻ്റെ ജനത്തിൽ ദൈവത്തിലുള്ള വിശ്വാസവും, സർവശക്തനായ ദൈവത്തിലുള്ള ആ വിശ്വാസം. ദൈവം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് തന്റെ ജനത്തോടുകൂടി ആയിരുന്നു കൊണ്ട് ആ കോട്ടയെ പിടിച്ചടക്കുന്നതിനും പട്ടണത്തെ തന്റെ ജനത്തിനെ ഏൽപ്പിക്കുന്നതിനും സാധിച്ചതുപോലെ നമ്മുടെ കൂട്ടായ വിശ്വാസവും പ്രവർത്തനവും ആ ദൈവ സാന്നിധ്യവും നാം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുമ്പോഴാണല്ലോ നാം വിജയം കരസ്ഥമാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു മാസം, ഒക്ടോബർ മാസം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല മാസമായി നാം കത്തോലിക്ക തിരുസഭ ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ജപമാല മാസമാണ്. അത് ചൊല്ലി ജനത്തെ ശക്തിപ്പെടുത്തുന്നതിനും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുന്നതിന് ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്നതുമായ ഒന്നാകുന്നുവല്ലോ. ഈ വലിയ ജപമാലയുടെ മാസം പരിശുദ്ധ അമ്മയുടെ മാസം തന്നെയാണ്. പരിശുദ്ധ അമ്മയോട് നമുക്കെല്ലാവർക്കും വലിയ വിശ്വാസവും ശരണവും ഒക്കെയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ ഉറപ്പിക്കുന്നത് അമ്മയിലൂടെയാണല്ലോ. അവളാണല്ലോ ദൈവത്തെ വഹിക്കുന്നവൾ. ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ കൊടുക്കുന്നതിന് ദൈവം ഉപയോഗിച്ച ഒരു ഉപകരണമായി മനുഷ്യ മക്കൾക്ക് ലഭ്യമാക്കി കൊടുത്തത് മറിയമാണ്. പരിശുദ്ധ കന്യക മറിയം.
വിശുദ്ധ ജപമാല മാസം നാം ഒന്നിച്ചുകൂടി നമ്മുടെ ദേവാലയങ്ങളിൽ നാം എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട്. എങ്കിലും ഈ മാസത്തിൽ ഇടവകയായി സമൂഹമായി ജപമാല ചൊല്ലി അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുകയും സഭാമക്കളുടെ ആവശ്യങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവം തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണല്ലോ ഈ മാസം. അതിന് വിജയം കൈവരിക്കും എന്നുള്ളത് സത്യമാണ്. ജെറീക്കോ കോട്ട പട്ടണം പിടിച്ചെടുത്തതുപോലെ നമുക്ക് ആവശ്യമുള്ളത് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് ഈ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന നമ്മെ കാണിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹിതമാണല്ലോ. ആ ദൈവജനം അവിടെ ജെറീക്കോയിൽ ചെയ്തത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചു. അമ്മയാണല്ലോ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചവൾ. നാം എല്ലാവരും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് ഒരു മനുഷ്യ സ്ത്രീയുടെ ഹിതം, ഇഷ്ടം, സമ്മതം പരസ്യമായി ആ ദൂതന്റെ മുമ്പിൽ അറിയിക്കുവാൻ, എന്താണ്? നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. എന്റെ ഇഷ്ടമല്ല, നീ എന്താഗ്രഹിക്കുന്നുവോ ആ ഇഷ്ടം ഭൂമിയിൽ നിറവേറണം. നാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമുക്കൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാൻ ഉള്ള മനോഭാവം നാം വളർത്തിയെടുക്കണം. നമുക്ക് രോഗമുണ്ടാകാം, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം, നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, നമുക്ക് നമ്മെ സംശയിക്കാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഇവിടെയെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം കാണുന്നതിനുള്ള ആ വലിയ മനോഭാവം ക്രൈസ്തവ സമൂഹത്തിന് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. ആ പഴയ നിയമത്തിൽ യോശുവ പ്രവാചകൻ പറഞ്ഞത്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാൻ ആ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം അവര് ചുറ്റി പേടകം എടുത്തുകൊണ്ട്, പേടകം ദൈവത്തിന്റെ സാന്നിധ്യം കാണിക്കുന്നതായിരുന്നു. ആ സാന്നിധ്യം 7ാമത്തെ പ്രാവശ്യം അത് കോട്ടയുടെ ഉള്ളിലേക്ക് കയറി പട്ടണത്തിൽ പ്രവേശിച്ചു. അതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറിയപ്പോൾ ദൈവം അവർക്ക് നന്മകൾ പ്രവർത്തിക്കുന്നതിന് തീരുമാനമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നന്മകൾ ഇന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ, ആധുനിക ലോകത്തിൽ നാം കണ്ട് മനസ്സിലാക്കി കൂടുതൽ അനുഭവവേദ്യമാക്കണം എന്ന് ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ നിഷേധിക്കുകയല്ല. ദൈവമറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടിനാര് പോലും നഷ്ടപ്പെടുന്നില്ല എന്ന് നാം വായിക്കുന്നല്ലോ, പഠിക്കുന്നല്ലോ, വിശ്വസിക്കുന്നല്ലോ. ദൈവമാണ് ഇതിന്റെ ആരംഭവും അവസാനവും എന്ന് നാം വിശ്വസിക്കുന്നല്ലോ. ഈ ദൈവത്തിലുള്ള വലിയ ശരണം, ഈ ദൈവത്തിലുള്ള പ്രത്യാശ നമ്മെ കൂടുതൽ ശക്തമാക്കുന്നത് തന്റെ അമ്മ കൊടുത്തതായ ആ വലിയ സമ്മതത്തിലൂടെയാണ്. ജപമാല രഹസ്യങ്ങൾ നാം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന് മുമ്പാകെ നിരത്തി ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എതിരാളികളോട്, രോഗത്തോടെ,
ശക്തി, പോരാടുന്നതിനുള്ള ശക്തി നമുക്ക് ദൈവം നൽകും. ശത്രുതയുടെ വേലി പൊളിച്ചു കളയുവാൻ ആ ദൈവത്തിലുള്ള ആ വലിയ ശക്തി, കൂട്ടായ്മ നമ്മെ ശക്തിപ്പെടുത്തും. തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്തിന് കുറഞ്ഞു വരുന്ന ദൈവ ആശ്രയ ബോധം പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ആ ഒരു വലിയ പ്രവർത്തനം, പ്രത്യാശയുടെ ജീവിതം, അനുഗ്രഹത്തിന്റെ ജീവിതം, നഷ്ടപ്പെടാത്ത സ്വർഗീയ അനുഭവം പ്രാപിക്കുന്നതിന് ആ അമ്മയോട് ചേരുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ലാഭമായി കിട്ടുന്നത് എല്ലാമാണ് ദൈവമാണ്. ഈ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുന്നതിനും ആ ദൈവികമായ ചിന്തകളെ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിനും ഈ ജപമാല പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ദേവാലയങ്ങളിൽ നടത്തുന്ന ഈ ജപമാല പ്രദക്ഷിണം, പ്രാർത്ഥന ഉരുവിടുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളും അത് പഠിച്ച് അത് മനസ്സിലാക്കി അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിന്, ആ അമ്മയുടെ വലിയ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തി ആർജിക്കുന്നതിന് കാരണമായി തീരുന്നതിന് സർവശക്തനായ ദൈവം അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. തുറക്കും ശത്രുവിൻ അണികൾ തകർക്കാം, തുണയും തരേണം ത്രിത്വൈക ദൈവത്തിനും ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ,
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ സായാഹ്നത്തിൽ ആഗോള ജെറീക്ക പ്രയത്തിൻ്റെ 4-ാം ദിവസമാണ്. നമ്മളിന്ന് ഏറ്റവും വിശ്വാസത്തോടെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് നമ്മൾ ഇന്നേ ദിവസം സമർപ്പിക്കുവാൻ പോകുന്ന രാജ്യങ്ങൾ ഒന്ന് ഓസ്ട്രേലിയ, പാലസ്റ്റീൻ, നൈജീരിയ, സ്വിറ്റ്സർലൻഡ്. ഈ 5 രാജ്യങ്ങളെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളുക, ഈ ജെറീക്ക പ്രയറിൻ്റെ സമയത്ത് നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും നിങ്ങൾ വിശ്വാസത്തിലും ഭക്തിയിലും പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുക. നിങ്ങളുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങളിലായിരിക്കുന്ന ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുമ്പോൾ അവരുടെ ഭവനത്തിലായിരിക്കുന്നവർ പ്രത്യേകമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ രാജ്യങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ കൂടുന്നവർ പ്രത്യേകതയോടുകൂടെ ആ രാജ്യത്തെയും നിങ്ങളുടെ ഓരോ നിമിഷങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയിലും വിശ്വാസത്തിലുമായിരിക്കുക. കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകണമേ എന്ന്, പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ മാധ്യസ്ഥം ഉണ്ടാകണമേ എന്ന് നമുക്ക് കരുണയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആഗോള ജെറീക്ക പ്രയറിലേക്ക് ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് പങ്കുചേരാം. Padre e del Figlio e dello Spirito Santo. Amen. Vieni, vieni, Spirito d'amore, ad insegnar le cose di Dio. Vieni, vieni, Spirito di pace, a suggerire le cose che Lui ha detto a noi. Noi ti invochiamo, Spirito di Cristo, vieni tu dentro di noi. Cambia i nostri occhi, fa che noi vediamo la bontà di Dio per noi. Vieni, vieni, Spirito d'amore, ad insegnare le cose di Dio. Vieni, vieni, Spirito di pace, a suggerire le cose che Lui ha detto a noi. Insegnaci a sperare, insegnaci ad amare, insegnaci a lodare Dio. Insegnaci a pregare, insegnaci la via, insegnaci tu l'unità. Vieni, vieni, Spirito d'amore, ad insegnare le cose
cose di Dio. Vieni, vieni, Spirito di pace, a suggerire le cose che Lui ha detto a noi. O Dio, vieni a salvarmi. Signore, vieni presto in mio aiuto. Gloria al Padre e al Figlio e allo Spirito Santo, come era nel principio e ora e sempre, nei secoli dei secoli. Amen. Io credo in Dio Padre Onnipotente, Creatore del cielo e della terra, e in Gesù Cristo, suo unico Figlio, nostro Signore, il quale fu concepito di Spirito Santo, nacque da Maria Vergine, patì sotto Ponzio Pilato, fu crocifisso, morì e fu sepolto, discese agli inferi, il terzo giorno risuscitò da morte, salì al cielo, siede alla destra di Dio Padre Onnipotente. Di là verrà a giudicare i vivi e i morti. Credo nello Spirito Santo, la Santa Chiesa Cattolica, la comunione dei santi, la remissione dei peccati, la risurrezione della carne, la vita eterna. Amen. Padre nostro che sei nei cieli, sia santificato il tuo nome, venga il tuo regno, sia fatta la tua volontà, come in cielo, così in terra. Come anche noi li rimettiamo ai nostri debitori, e non abbandonarci alla tentazione, ma liberaci dal male. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Gloria al Padre e al Figlio e allo Spirito Santo, come era nel principio e ora e sempre, nei secoli dei secoli. Amen. Contempliamo i misteri della luce. Primo mistero. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ആഗോള ജോറിക്ക് പ്രയറിൽ ഇറ്റാലിയൻ ഭാഷയിൽ ഇന്ന് ജപമാല അർപ്പിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ ഒന്നാമത്തെ ദിവ്യരഹസ്യം കർത്താവ് ജോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിക്കുകയും ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവപിതാവ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ആ ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാവരിലും നിറയപ്പെടുവാനുള്ള വലിയ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ദിവ്യരഹസ്യത്തിൽ
നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തെയാണ്. ഇവിടെ പൂർണ്ണമായും 69% ക്രൈസ്തവർ അധിവസിക്കുന്നത്. പറയുക, ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും 6ാമത്തെ വലിയ രാജ്യവുമാണ് ഓസ്ട്രേലിയ. ഒത്തിരിയേറെ സവിശേഷതകൾ ഈ രാജ്യത്തിനുണ്ട്. പകുതിയോളം മരുഭൂമികളും അതോടൊപ്പം തന്നെ ജലസ്രോതസ്സുകളും ഭൂപ്രകൃതിയുമായിട്ടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് കൂടെയാണ്. പിന്നെ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ് ഇതിനെ ഒരു ഭൂഖണ്ഡമായിട്ട് പ്രത്യേകമായിട്ട് പരിഗണിക്കുക. അപ്പോൾ വളരെ മനോഹരമായ ഈ രാജ്യത്തെ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ അവിടെയുള്ള എല്ലാ ഭരണാധികാരികളെയും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറ്റവും സന്തോഷപൂർണ്ണമായ ഭരണം അവിടെ കാഴ്ചവെക്കപ്പെടുവാനുള്ള കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, അവിടെ സെക്കുലറിസം ഏറ്റവും കൂടുതലായിട്ട് നടത്തപ്പെടുന്നൊരിടമാണ്. അതായത് ഇഷ്ടമുള്ളവർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന മതത്തിൽ ചേരുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ അവിടെ അവർ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പലപ്പോഴും ഒത്തിരി നന്മകൾ അതിൽ നിന്നുണ്ടാകുമ്പോഴും അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിലെങ്കിലുമൊക്കെ ക്രിസ്ത്യാനികൾ പോലും മറ്റു മതങ്ങളിലേക്ക് മാറിപ്പോകുന്ന ചില സവിശേഷതകൾ പരിശുദ്ധ അമ്മയുടെ അങ്ങനെയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഒത്തിരിയേറെ സുവിശേഷം അവിടെ ചെല്ലണം. ദേവതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ക്രിസ്തുവിനെ എല്ലാവരും അറിയപ്പെടണം. അങ്ങനെ ഒത്തിരി പേര് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ ആ രാജ്യത്തിലുണ്ടാകണം. നമുക്കറിയാം, അവിടെ റെഗുലറായിട്ട് ഒത്തിരിയേറെ വിശ്വാസികളുണ്ടെങ്കിൽ പോലും റെഗുലറായിട്ട് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനൊക്കെ പോകുന്ന ഏകദേശം 10% പേരാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഒരു സംഖ്യ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവിടെ ഇനി ഉയർന്നു വരണം. എല്ലാ ദിവസവും ദിവ്യകാരുണ്യം കണ്ട് ഈശോയെ സ്വീകരിച്ച് അനേകായിരങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒത്തിരി നല്ല മനസ്സ് ഒരുപാട് മക്കൾക്കുണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പലയിടങ്ങളിലും പ്രകൃതി ക്ഷോഭങ്ങളുണ്ടാകാറുണ്ട്, വരൾച്ച ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടെക്നോളജിയൊക്കെ അവിടെ ഒത്തിരിയേറെ വളർന്നു വരുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഈ വളർന്നു വരുന്ന സമയത്താണെങ്കിൽ പോലും അതിന് വേണ്ടി ടെക്നോളജിക്ക് വേണ്ടി ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ പണിത് ഓരോന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രകൃതി രമണീയമായ കാടുകളും പച്ചപ്പുമൊക്കെ നശിപ്പിക്കപ്പെടുന്നതനുസരിച്ച് അവിടെയുള്ള പ്രകൃതിയിലും ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നല്ല കാലാവസ്ഥ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ. നല്ല പ്രകൃതി രമണീയമായ രീതിയിൽ വീണ്ടും എല്ലാ കാര്യങ്ങളും പച്ചപ്പോടുകൂടെ ആകുവാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും പലപ്പോഴും കാട്ടുതീയൊക്കെ പടരാറുണ്ട്. അപ്പോൾ അതിനെ ഈ വരൾച്ചയുടെ സമയത്താണത് പലപ്പോഴും നടത്തപ്പെടുക. അമ്മേ മാതാവേ, ഈ കെടുതികൾ മൂലം ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ അവിടെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ അവരിൽ അനുഭവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങളെയും ദൈവത്തെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് തരണം ചെയ്യുവാനും വിജയകരമായി എല്ലാ കാര്യങ്ങളിലും മുന്നേറുവാനും വലിയ കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവിടെ ക്രിസ്ത്യാനികളും ക്രൈസ്തവർ ഒത്തിരി ഉണ്ടെങ്കിലും പലപ്പോഴും ദൈവവിളികൾ കുറവായിട്ടാണ് കാണുന്നത്. ഒരുപാട് മക്കൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ, ക്രിസ്തുവാണ് ഞങ്ങളുടെ രാജാവെന്നുള്ള ചിന്തയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അനേകായിരം ദൈവവിളികൾ ഓസ്ട്രേലിയയിൽ നിന്നുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിലും ഭക്തിയിലും നമുക്ക് ഈ രാജ്യത്തെ സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നും ഒത്തിരി മക്കൾ ഈ രാജ്യത്ത് സേവനമനുഷ്ഠിക്കുവാനായിട്ട് പോയിട്ടുണ്ട്. അവരുടെ എല്ലാ ജോലി മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. അവിടെ അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും വിഷമതകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം. അവരുടെ എല്ലാ മേഖലകളിലും പരിശുദ്ധമ്മ പ്രത്യേകമായി അവർക്ക് കരുണയോടെ താങ്ങായി കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. അവിടെ ചെന്നതിന് ശേഷം കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങൾ മൂലം ഒരുപാട് പേര് ശാരീരികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. യേശുവേ, അവരുടെ ശരീരത്തിനും മനസ്സിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി നല്ല ഊർജ്ജം നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവിടെ ചെന്നതിന് ശേഷം PR ലഭിക്കാതെ ദുഃഖം അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവിടെ ഒരു പൂർണ്ണമായിട്ട് രജിസ്റ്റർ ചെയ്ത് അവിടെ സ്ഥിരമായിട്ട് താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും
പരിശുദ്ധ അമ്മേ മാതാവേ, നീ നടത്തി കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ചെന്നതിന് ശേഷം നാട്ടിലേക്ക് വരുവാനായിട്ട് സാധിക്കാതെ വിസയും കാര്യങ്ങളുമൊക്കെ മുടങ്ങിക്കിടക്കുന്ന മക്കളുണ്ട്. അവരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോയുടെ ചൈതന്യം അവർക്ക് എന്നും നിലനിൽക്കട്ടെ. ലൈസൻസ് ലഭിക്കാത്ത മക്കളുണ്ട്. ഈശോയെ എത്രയും വേഗം അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ഭരണമേഖലകളെ, വിദ്യാഭ്യാസ മേഖലകളെ, രാഷ്ട്രീയ മേഖലകളെ, അവരുടെ എല്ലാ സാമ്പത്തിക മേഖലകളെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ തിന്മകളുടെ ശക്തിയും അവിടുന്ന് ദൂരീകരിക്കപ്പെട്ട് ദൈവാത്മാവ് നിറഞ്ഞ് ആ രാജ്യം പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രാജ്യത്തെ സമർപ്പിച്ച് ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അതിനെ വ്യഞ്ചരിച്ചുകൊണ്ടും ധൂപിച്ചുകൊണ്ടും നമ്മൾ ആ രാജ്യത്തെ പരിശുദ്ധ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയ്ക്കും ക്രിസ്തുവിനും സമർപ്പിക്കുന്നു. എല്ലാവരും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 Padre nostro che sei nei cieli, sia santificato il tuo nome, venga il tuo regno, sia fatta la tua volontà, come in cielo, così in terra. Dacci oggi il nostro pane quotidiano e rimetti a noi i nostri debiti, come anche noi li rimettiamo ai nostri debitori, e non abbandonarci alla tentazione, ma liberaci dal male. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne,
e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Gloria al Padre, e al Figlio, e allo Spirito Santo, come era nel principio e ora e sempre, nei secoli dei secoli. Amen. Gesù mio, perdona le nostre colpe, preservaci dal fuoco dell'inferno, porta in cielo tutte le anime, specialmente le più bisognose della tua misericordia. Regina del Santo Rosario, prega per noi. Secondo mistero. പരിശുദ്ധമ്മയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത് രണ്ടാം ദിവ്യരഹസ്യമാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് നല്ലവനായ നാഥൻ യോഹന്നാൻ 2:5 പ്രകാരം പരിശുദ്ധ അമ്മയുടെ വാക്കുകളാൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്ന വചനങ്ങളാൽ ആ കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദിവ്യരഹസ്യമാണ് നമ്മൾ കൊണ്ടാടുക. ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നവർക്കറിയാം, ഉടമ്പടിയുടെ മർമ്മമെന്ന് പറയുന്നതും യോഹന്നാൻ്റെ 2:5 തന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ക്രിസ്തുനാഥൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ രണ്ടാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന രാജ്യം ഈജിപ്തിനെയാണ്. നമുക്കറിയാം, ഫറവോ ഭരിച്ചിരുന്ന നാട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈജിപ്തിൽ ഇസ്രയേൽ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം, എത്രയോ വർഷങ്ങൾ അവർ അടിമത്തത്തിലായിരുന്നു. ഈ അടിമത്തത്തിൽ നിന്നുമാണ്, വേദനയിൽ നിന്നുമാണ് ദൈവം അവരെ പൂർണ്ണമായും സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്ത് വാഗ്ദാന നാടിലേക്ക് കൊണ്ടുപോവുക. കണ്ണീരണിഞ്ഞിരുന്ന ജനത്തെ, വിഷമത അനുഭവിച്ചിരുന്ന ജനത്തെ കർത്താവ് കരങ്ങളിലേറ്റി സ്വന്തം ജനമാക്കി. അങ്ങനെ ഒരു ചരിത്രം കൂടെ ഈജിപ്തിനുണ്ട്. ഇസ്രയേൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. മോശയും ഈജിപ്തിലെ ഫറവോയുടെ കൂടെ വസിച്ച പ്രവാചകൻ കൂടെയാണ്. അപ്പോൾ ഈജിപ്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പിരമിഡുകളുടെ നാടാണ്, ഈന്തപ്പനകളുടെ നാടാണ്. ഒത്തിരിയേറെ മനോഹാരിത നിറഞ്ഞ ഒരുപാട് തലങ്ങൾ ഈജിപ്തിലുണ്ട്, മരുഭൂമികളുണ്ട്. അപ്പോൾ ഈ എല്ലാ മേഖലകളെയും ഒത്തിരി മനോഹരമായിട്ടുള്ള ഒരു രാജ്യം കൂടെയാണ് ഈജിപ്ത്. ചരിത്രങ്ങൾ ഉറങ്ങുന്ന രാജ്യം. ആ
അതോടൊപ്പം മനോഹാരിതയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടെയാണ്. പ്രത്യേകമായിട്ട് ഈജിപ്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നീതിയും ന്യായവും നടപ്പാകുന്ന നല്ല ഭരണകർത്താക്കളെ നൽകിക്കൊണ്ട് ദൈവനാമത്തിൽ നന്മയെല്ലാ ജനങ്ങൾക്കും ആഗ്രഹിക്കുന്ന നല്ലൊരു ഭരണകൂടത്തെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈജിപ്തിൽ നിലനിൽക്കുന്ന എല്ലാ തൊഴിലില്ലായ്മകളെയും എല്ലാ ദാരിദ്ര്യത്തെയും ദൂരീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ കരങ്ങളാൽ എല്ലാവർക്കും ശരീരത്തിനും മനസ്സിനും സന്തോഷവും കൃപയും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അവിടെ നമുക്കറിയാം മാധ്യമങ്ങൾക്കൊന്നും അത്രയേറെ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നൊരിടമാണ്. അതിനാൽ തന്നെ അവിടെയുള്ള ആർമി അതിലൊക്കെ ഒത്തിരിയേറെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യം കൂടെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാകണം. അവിടെ ഒത്തിരി കാര്യങ്ങൾ അറിയപ്പെടാതെ പോകുന്ന ഒരു കാര്യങ്ങളും ദൈവനീതിക്ക് എതിരായിട്ട് അറിയപ്പെടാതെ പോകുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഒളിച്ചു വയ്ക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവിടെ പലപ്പോഴും പലരെയും മാറ്റിപ്പാർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവർക്ക് സ്ഥിരമായിട്ട് താമസ സൗകര്യമില്ലാത്ത രീതിയിൽ തന്നെ പലപ്പോഴും പലരെയും മാറ്റിപ്പാർപ്പിക്കുന്ന ചില സാഹചര്യങ്ങളിലും അവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും കിടക്കുവാൻ നല്ലൊരിടം കൊടുക്കണം. എല്ലാവർക്കും സ്വന്തമായി കിടപ്പാടമുണ്ടാകണം. അതിന് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ആ രാജ്യത്തെ സമർപ്പിക്കാം. നമുക്കറിയാം അവിടെ ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ 25% മാത്രമാണ് നിയമത്തോടുകൂടെ, നിയമത്തിൻ്റെ അനുമതിയോടുകൂടെ അവിടെ ദേവാലയങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നതുള്ളൂ. അതുകൂടാതെ പറയപ്പെടുക പല നിയമങ്ങളും പല കാര്യങ്ങളും ദേവാലയ നിർമ്മിതിയെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിട്ടും പലതിനും അത് കൃത്യതയോടുകൂടെ പുനരുദ്ധാരണം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം എല്ലാ നിയമങ്ങളെയും അതിലംഘിക്കുന്ന നിയമം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ക്രിസ്തുവിൻ്റെ നാമം അവിടെ അറിയപ്പെടണം. ക്രിസ്തുവിൻ്റെ സ്വന്തം ജനം അധിവസിച്ചിരുന്ന ഇടമാണത്. അവരടിമകളായിരുന്നെങ്കിലും അവിടെ അധിവസിച്ചിരുന്നു. ദൈവം സ്വന്തമാക്കിയെടുത്തവരാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വന്തമായവർ അവിടെ ഉണ്ടായിരുന്നതിനാൽ തന്നെ അവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളും ദൈവത്തിന് സ്വന്തമാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവനാമത്തിൽ നന്മകൾ ചെയ്യുവാൻ അവിടെയുള്ള ഓരോ മക്കളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അനുവദിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരുപാട് മാനുഷിക അവകാശങ്ങളും മൂല്യങ്ങളുമൊക്കെ നിഷേധിക്കപ്പെടുന്ന അവസരത്തിൽ കർത്താവിൻ്റെ കരങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ ജെറീക്കോ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയോടത്ത് നമ്മൾ ഈജിപ്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളെയും പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈജിപ്തിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് നമുക്കിപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടെ പോയതിനു ശേഷം മദ്യത്തിനും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ, അങ്ങനെ ദൈവവുമായിട്ടുള്ളൊരു ഐക്യമുണ്ടാകുവാൻ, കരുണയോടുകൂടി എല്ലാവരെയും വീക്ഷിക്കുവാൻ അവരെ അനുവദിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തെറ്റായ ജീവിത രീതികളിലേക്കും ബന്ധങ്ങളിലേക്കുമൊക്കെ കടന്നു പോയിട്ടുള്ള മക്കളുണ്ടാകും. അവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഒരുപാട് നന്മകൾ ഇവിടെ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ പോയിരിക്കുന്നവർ നമുക്കെല്ലാവർക്കും ചെയ്യുമ്പോഴും ചിലയിടങ്ങളിലുമൊക്കെ പരാജയമുണ്ടാകുമ്പോൾ ആ പരാധീനതകളെ കർത്താവായ ദൈവം ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പോയതിനു ശേഷം ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. വിശ്രമമില്ലാതെ വീടിന് വേണ്ടിയും നാടിന് വേണ്ടിയുമൊക്കെ പരിശ്രമിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അവർക്ക് ആരോഗ്യം കൊടുക്കണമേ, അവർക്ക് ആയുസ് കൊടുക്കണമേ, അവരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടെ പോയതിനു ശേഷം അറിയാതെയെങ്കിലും വഞ്ചനയിലും ചതിയിലുമൊക്കെ പെട്ടുപോയിട്ടുള്ള എന്തെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ ആ സഹോദരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നാട്ടിൽ നിന്നും പോയതിനു ശേഷം വിവരങ്ങളൊന്നുമില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ടാകും. അവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ ബന്ധനങ്ങളെയും തകർക്കുന്ന ജെറീക്കോ പ്രാർത്ഥനയുടെ സമയം, എല്ലാ തിന്മകളും എല്ലാ ശക്തികളും കർത്താവിൻ്റെ പാദത്തിങ്കൽ ശിരസ് നമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവം എല്ലാ മേഖലകളെയും, ഈജിപ്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ച് കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ത്രിയേക ദൈവത്തിന് ഈജിപ്തിനെ സമർപ്പിച്ചുകൊണ്ട് ഈ സമയം നമ്മൾ ഈജിപ്തിനെ സമർപ്പിച്ച് വെഞ്ചരിച്ച് ധൂപിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആ നാടിനെയും ഭരണാധികാരികളെയും എല്ലാ ജനങ്ങളെയും പൂർണ്ണമായും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ ഈജിപ്തിന് മേൽ ഈ സമയത്ത് ഒഴുകട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 Padre nostro che sei nei cieli, sia santificato il tuo nome, venga il tuo regno, sia fatta la tua volontà, come in cielo così in terra. Dacci oggi il nostro pane quotidiano e rimetti a noi i nostri debiti, come anche noi li rimettiamo ai nostri debitori, e non abbandonarci alla tentazione, ma liberaci dal male. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu
Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Gloria al Padre e al Figlio e allo Spirito Santo, come era nel principio e ora e sempre, nei secoli dei secoli. Amen. Gesù mio, perdona le nostre colpe, preservaci dal fuoco dell'inferno, porta in cielo tutte le anime, specialmente le più bisognose della tua misericordia. Regina del Santo Rosario, Prega per noi. Terzo mistero. Gesù predicava del regno il Vangelo e la conversione, schiudendosi il cielo. Ave, ave, ave Maria, ave, ave, ave Maria. സ്നേഹമുള്ളവരെ, പ്രകാശത്തിൻ്റെ ഈ മൂന്നാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുക ഇതാണ്: എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാകണമെന്ന് നല്ലവനായ ദൈവം ആഗ്രഹിക്കുന്ന സമയമാണിത്. ഏറെ പ്രത്യേകമായിട്ട് ഈ മൂന്നാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നൈജീരിയ എന്ന രാജ്യത്തെയാണ്. 51.3% ക്രൈസ്തവരാണ് അവിടെ അധിവസിക്കുക. അതോടൊപ്പം തന്നെ പറയുക, ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നൈജീരിയ. ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഒത്തിരിയേറെ ഗോത്രങ്ങൾ, പലതരത്തിലുള്ള ഗോത്രങ്ങൾ ഈ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. അവർക്ക് എല്ലാവർക്കും അവരുടെ തനതായ നൃത്തച്ചുവടുകളും അവരുടേതായ പ്രത്യേകത ശൈലികളുമൊക്കെ ഈ ഗോത്രങ്ങൾ പാലിച്ചു പോരുന്നവരാണ്. വളരെ മനോഹരമാണ്. പലപ്പോഴും അവരുടെ പല ആചാരങ്ങളും വളരെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്ന പല ആചാരങ്ങളും ഈ രാജ്യത്തിന് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ സവിശേഷതകളുള്ള ഈ രാജ്യത്തെ നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴും അവരുടെ പകുതിയോളവും ഒത്തിരി പേരും ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ട് ദൈവനാമത്തിൽ നമ്മൾ അറിയുന്നു. ആയതിനാൽ ആ രാജ്യത്തിലുള്ള എല്ലാ ദാരിദ്ര്യത്തെയും നിർമ്മാർജ്ജനം ചെയ്യുന്ന കർത്താവിൻ്റെ കരമുണ്ടാകട്ടെ. കർത്താവ് ദാരിദ്ര്യത്തിൽ നിന്ന് അവർക്ക് മാറ്റം കൊടുക്കുന്ന എല്ലാ മേഖലകളെയും അങ്ങ് തുടരണമേ. പ്രത്യേകമായിട്ട് അവിടെ കാർഷിക മേഖലകളുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും കർത്താവെ അങ്ങ് അഭിവൃദ്ധിപ്പെടുത്തണമേ. എല്ലാ മക്കൾക്കും അന്നം ലഭിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ ആത്മീയമായ ഭോജനം ലഭിക്കുന്നത് പോലെ തന്നെ ഈശോയെ ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ആഹാരവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നൈജീരിയയിലുള്ള എല്ലാ മക്കൾക്കും അങ്ങ് ആഹാരത്തിനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ ശാക്തീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ബോക്കോ ഹമാറോ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് അവിടെ പലപ്പോഴും സഭയ്ക്കെതിരേക്ക് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. പ്രത്യേകമായിട്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെ ദുരിതമനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതായത് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളെയും, മറ്റ് മതത്തിലുള്ളവർക്കുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളെയും വിഷമതകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. അവിടെ ഉള്ള എല്ലാ അഴിമതികളും മാറി നല്ലൊരു സർക്കാർ വരുവാനും അതോടൊപ്പം തന്നെ ദേവാലയങ്ങൾക്കും ദൈവത്തിനും കൂടുതൽ പ്രാധാന്യമുണ്ടാകുവാനും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ പോലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. പലപ്പോഴും ദൈവികമായ കാര്യങ്ങളിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെങ്കിലും പൂർണ്ണമായിട്ടും തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന അവരുടെ എണ്ണം കുറവ് കാണുന്നതിനാൽ ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒത്തിരി മക്കൾ അവരുണ്ടാകുവാൻ, വിശ്വാസത്തിൽ അടിയുറക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാൻ അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അതോടൊപ്പം തന്നെ പലപ്പോഴും പലതരത്തിലുള്ള അറ്റാക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടെ കാണപ്പെടുന്നുണ്ട്. അക്രമ ശൈലികൾ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അതിനെയൊക്കെ പരിശുദ്ധ അമ്മ മാതാവ് എടുത്തു മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പലപ്പോഴും ഒരു 30% വരുന്നവർക്കും ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സുകളില്ലാത്തതിനാൽ ശുദ്ധജലം അവർക്ക് തടയപ്പെടുന്നതായിട്ട് കിട്ടാത്തതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. നമുക്കറിയാം, ഒരു നേരമെങ്കിലും കൃത്യമായിട്ട് ജലം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതാണ്. അവിടെയുള്ള മക്കൾ അതെല്ലാം സഹിച്ച് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അവർ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം സമർപ്പിക്കാം. അവർക്ക് ജലസ്രോതസ്സിനുള്ള എല്ലാ സ്രോതസ്സുകളും ദൈവം ജലം ലഭിക്കുവാനുള്ള എല്ലാ സ്രോതസ്സുകളെയും കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന്, കൃത്യമായ ഇടവേളകളിൽ അവർക്ക് മഴ ലഭിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എയ്ഡ്സ് മൂലവും മറ്റ് അങ്ങനെയുള്ള രോഗങ്ങൾ മൂലം അനാഥരാക്കപ്പെടുന്ന ഒരുപാട് ബാല്യങ്ങളുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന ബാല്യങ്ങളുണ്ട്. കർത്താവേ, ധാർമ്മികമായ ബോധ്യം എല്ലാ മക്കൾക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ. തിന്മയുടെ ശക്തിയിൽ നിന്നും വിടുതൽ ലഭിക്കുവാനുള്ള വലിയ ശക്തി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർക്ക് ലഭിച്ചുകൊണ്ട് എല്ലാ ധാർമ്മികതയോടും കൂടെ ജീവിക്കുവാനുള്ള വലിയ കൃപ അവർക്കുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അവിടെ തന്നെ ഒരു 18% പേരും വരുന്നതും അവർ താമസിക്കുന്നത് ഈ റിമോട്ട് ഏരിയകളാണ്. അതായത് നമുക്ക് പുറമേ നിന്ന് ആർക്കും അങ്ങനെ എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള റിമോട്ട് ഏരിയയിൽ ജീവിക്കുന്ന മക്കളുണ്ട്. ആ മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അവിടേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തണമേ എന്ന്, ദൈവത്തെ അറിയാനുള്ള കൃപയുണ്ടാകണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നൈജീരിയ എന്ന രാജ്യത്തെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ അവിടെ ആയിരിക്കുന്ന നമ്മുടെ ഒത്തിരി മക്കൾ അവിടെ ദൈവവേലയ്ക്ക് വേണ്ടി പോയിട്ടുള്ളവരുണ്ട്, പ്രേക്ഷിതരുണ്ട്, സന്യസ്തരായിട്ടുള്ളവരുണ്ട്, അൽമായി പ്രേക്ഷിതരുണ്ട്. ഒത്തിരി പേര് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് അവിടെ പോയിരിക്കുന്നവരുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് പോയിട്ടുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ കർത്താവെ, അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി അവർ ചെല്ലുന്നിടത്തൊക്കെ അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവനാമത്തെ പ്രതിപീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്ന നമ്മളുടെ സഹോദരങ്ങളെ സമർപ്പിക്കാം. ജീവൻ സമർപ്പിച്ചിട്ടുള്ളവരെ സമർപ്പിക്കാം. എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കരങ്ങളുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കുടുംബ തകർച്ച മൂലം ദുരിതം അനുഭവിക്കുന്ന മക്കളെ കർത്താവ് ഏറ്റെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നൈജീരിയ എന്ന രാജ്യത്തെ പൂർണ്ണമായും സമർപ്പിച്ച് ഇവിടെ നിന്നും പോയിട്ട് അവിടെ താമസിക്കുവാൻ സൗകര്യമില്ലാതായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലും സാഹചര്യമില്ലാത്ത നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ദൈവാത്മാവാൽ നിറയപ്പെടുവാൻ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് തുറന്നു കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നൈജീരിയ എന്ന രാജ്യത്തെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലെ ബലിവേദിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
Padre nostro che sei nei cieli, sia santificato il tuo nome, venga il tuo regno, sia fatta la tua volontà, come in cielo, così in terra. Dacci oggi il nostro pane quotidiano e rimetti a noi i nostri debiti, come anche noi li rimettiamo ai nostri debitori. E non abbandonarci alla tentazione, ma liberaci dal male. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Gloria al Padre, e al Figlio, e allo Spirito Santo, come era nel principio e ora e sempre, nei secoli dei secoli. Amen. Gesù mio, perdona le nostre colpe, preservaci dal fuoco dell'inferno, porta in cielo tutte le anime, specialmente le più bisognose della tua misericordia. Regina del Santo Rosario, Prega per noi. quarto mistero. Gesù sopra un monte si trasfigurò, gli apostoli ne ebbero gioia e stupor. Ave, Ave, Ave Maria, Ave, Ave, Ave Maria. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ 4-ാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് ഈശോ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട് തൻ്റെ ദൈവമഹത്വം തൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചു എന്നുള്ളതാണ്.
കർത്താവിൻ്റെ മഹത്വം ഈ സൃഷ്ടികളിൽ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. എന്തൊരു മനോഹരമായിട്ടാണ് കർത്താവ് ഈ ലോകത്തെ ക്രമീകരിച്ചിരിക്കുക. കണ്ണിന് കൗതുകവും ഹൃദയത്തിന് ആസ്വാദ്യകരമായ തരത്തിൽ പല മേഖലകളിൽ കർത്താവ് തൻ്റെ പ്രാഗൽഭ്യം, തൻ്റെ കരവിരുത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ 4-ാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ സമർപ്പിച്ചാണ്. 75% ക്രൈസ്തവർ അവിടെ അധിവസിക്കുന്നുണ്ട്. പറയുക, ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലൻഡ്. ഇത് മുമ്പ് ജർമ്മൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ രാജ്യം. അതോടൊപ്പം പറയുക, അതായത് ആകാശം മുട്ടേ നിൽക്കുന്ന സൗധങ്ങളുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയിലും ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സ്വിറ്റ്സർലൻഡ്. ഒത്തിരി നമ്മളുടെ സഹോദരങ്ങൾ ആ നാട്ടിൽ ജോലി ചെയ്യുന്നു. എന്തൊരു മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ. കർത്താവ് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് പ്രത്യേകമായിട്ട് അവർ പറയുക, ഇപ്പോൾ ഒരു ആണവയുദ്ധം നടന്നാൽ തന്നെ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കുവാനുള്ള സൗകര്യങ്ങൾ ആ സ്വിറ്റ്സർലൻഡിൻ്റെ ഗവൺമെൻറ്റിനുണ്ടെന്നാണ് പറയുന്നത്. അതായത് പല മേഖലകളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള വളരെ സമ്പന്നമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഈ രാജ്യത്തെ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ കരങ്ങളിൽ. പ്രത്യേകമായിട്ട് ഭരണാധികാരികൾക്ക് ജനങ്ങളെ ഭരിക്കുന്നതിനുള്ള നീതിബോധവും കൃപയും നല്ല രീതിയിൽ ഇപ്പോൾ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് കൊണ്ടുപോകാനുള്ള വലിയ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല മേഖലകളുണ്ട്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സഭയുടെ വളർച്ചയിൽ പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടാകണം. എല്ലാവർക്കും ആധ്യാത്മികമായിട്ടുള്ള വളർച്ച. ഞങ്ങൾ ശരിക്കും സമ്പന്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ അവർ ദൈവത്തിൻ്റെ അറിവിലും ദൈവത്തിൻ്റെ കൃപയിൽ കൂടെ സമ്പന്നരാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥ ദൈവത്തെ അറിയുവാൻ, സത്യദൈവത്തെ അറിയുവാനുള്ള കൃപ അവർക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെതായ കാഴ്ചകളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് മാറണം അവരറിയാതെ ദൈവം സൃഷ്ടിച്ചതാണല്ലോ ഇത്ര മനോഹരമായിട്ട്. കർത്താവേ, നീയാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചത്, നിൻ്റെ കൃപയാലാണല്ലോ ഇതെല്ലാം ഇത്ര മനോഹരമായിട്ടിരിക്കുന്നതെന്നുള്ള ചിന്ത ഓരോ മക്കളുടെ ഹൃദയത്തിലും പ്രത്യേകമായിട്ട് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിനും അവരുടെ റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടില്ല. എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും സ്വിറ്റ്സർലൻഡ് ഗവൺമെൻറ് അവർ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടെ പ്രത്യേകം എല്ലാവർക്കും അനുഗ്രഹമായിട്ട് മാറണം അങ്ങനെ അനുവദിക്കുമ്പോഴും അത് പൂർണ്ണതയോടുകൂടെ ദൈവത്തിന് വേണ്ടി ജീവിച്ചു തീർക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, അവിടെ ക്രിസ്ത്യൻസായിട്ട് അവിടെ തന്നെയുള്ളവർ വളരെ കുറവുള്ളവരാണ്. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന് അവിടെ അധിവസിക്കുന്ന ക്രൈസ്തവരാണ് അവിടെ കൂടുതലുമുള്ളത്. അപ്പോൾ ആ സ്വിറ്റ്സർലൻഡിൽ തന്നെ അധിവസിക്കുന്ന മക്കളിൽ ദൈവവിളി കൂടുതലുണ്ടാകുവാൻ, കർത്താവിൻ്റെ കൃപ സ്വീകരിക്കുവാനുള്ള വലിയ കാരുണ്യവും കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സെയിം സെക്സിലുള്ള കല്യാണങ്ങളൊക്കെ, മാരേജൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഗേ മാരേജൊക്കെ അവിടെ പലപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ അതിനേക്ക് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? അവൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് വിളിക്കുവാനാണ്. സ്ത്രീയെയും പുരുഷനെയും അവൻ ഒന്നിപ്പിച്ചത് എന്തിനാണ്? ഒരു പുതിയ ജീവൻ, ദൈവത്തിനെ മഹത്വപ്പെടുന്ന പുതിയൊരു ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് ദൈവനിയമത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അവിടെയുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും, ഭരണമേഖലകളിലും, അവരുടെ സാമ്പത്തിക മേഖലകളിലും, അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും, അവരായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അവിടെ സ്വിറ്റ്സർലൻഡിൽ പോയതിന് ശേഷം അവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളുണ്ടാകും. അവരെ സമർപ്പിക്കാം. വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട്, അവരെ സമർപ്പിക്കാം. അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന മക്കളുണ്ട്, അവരെ സമർപ്പിക്കാം. സ്വന്തമായൊരു ഭവനം അവിടെ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, അവർക്ക് ദൈവം അനുവദിച്ച് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ നിന്നും ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഒരുപാട് മക്കളുണ്ടാകും. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പോയിട്ടുള്ള മക്കളുണ്ടാകും. അവരെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള അഡിഷനുകളിൽ പോയിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ നിന്ന് പോയതിന് ശേഷം കുടുംബവുമായിട്ട് ബന്ധം പുലർത്താതെ ജീവിക്കുന്നവരെ സമർപ്പിക്കാം.
അതോടൊപ്പം തന്നെ വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി മാത്രം വിവാഹം കഴിച്ചിട്ടുള്ള മക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കാം, ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പല മേഖലകളിലായി പണമിടപാടുകൾ മുടങ്ങിക്കിടക്കുന്ന മക്കളുണ്ട്. ചില സ്ഥലത്ത് കൃത്യമായിട്ടുള്ള വേതനം ലഭിക്കാത്ത മക്കളുണ്ടാകും. അങ്ങനെ പണസംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും, ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ പ്രത്യേകമായിട്ട് കർത്താവ് അവരെ കൂടുതലായിട്ട് വളർത്തട്ടെ. അങ്ങനെ അവരുടെ കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വളരട്ടെ. എല്ലാ മേഖലയും വാഗ്ദാനപേടകമായ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സമയം പൂർണ്ണമായും നമ്മൾ സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തെ സമർപ്പിക്കുന്നു, ഭരണാധികാരികളെ സമർപ്പിക്കുന്നു, നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ മേഖലകളിലും കർത്താവെ, സമ്പന്ന രാജ്യമാണെങ്കിലും ആരെങ്കിലുമൊക്കെ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, വിശപ്പ് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, കിടപ്പാടമില്ലാത്തവരുണ്ടെങ്കിൽ അവരെ എല്ലാം പ്രത്യേകമായിട്ട് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവെ, അവർക്കൊക്കെ അനുഗ്രഹമായിട്ട് നീ മാറണമെന്ന പ്രാർത്ഥനയോടെ ഈ ബലിവേദിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 Padre nostro che sei nei cieli, sia santificato il tuo nome, venga il tuo regno, sia fatta la tua volontà, come in cielo, così in terra. Dacci oggi il nostro pane quotidiano e rimetti a noi i nostri debiti, come anche noi li rimettiamo ai nostri debitori, e non abbandonarci alla tentazione, ma libraci dal male. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori,
adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne e benedetto il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Gloria al Padre e al Figlio e allo Spirito Santo, come era nel principio e ora e sempre, nei secoli dei secoli. Amen. Gesù mio, perdona le nostre colpe, preservaci dal fuoco dell'inferno e porta in cielo tutte le anime, specialmente le più bisognose della tua misericordia. Regina del Santo Rosario, Prega per noi. quinto mistero. Gesù nella cena il pane spezzò e il mio corpo e a noi si donò. Ave, ave, ave Maria, ave, ave, ave Maria. സ്നേഹമുള്ളവരെ, പ്രകാശത്തിൻ്റെ 5-ാം ദിവസത്തിൽ കർത്താവ് യേശു മിശിഹ ദിവികാരുണ്യം നമുക്ക് സ്ഥാപിച്ച് നൽകിയതിനെക്കുറിച്ച്, പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ നിയോഗങ്ങളൊക്കെ രാജ്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവനെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ എന്നും സ്മരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് പരിശുദ്ധ കുർബാന നമുക്ക് സ്ഥാപിച്ച് തന്നിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ശക്തി കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രത്യേകമായിട്ട് നമ്മൾ ഈ 5-ാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ എടുത്തിരിക്കുക, കർത്താവിൻ്റെ ദിവ്യകാരുണ്യം സ്ഥാപിക്കപ്പെട്ട ഈ രഹസ്യത്തിൽ നമ്മൾ എടുത്തിരിക്കുക പാലസ്തീൻ എന്ന രാജ്യത്തെയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ പാദം സ്പർശിച്ചിട്ടുള്ള ഇടമാണ്. ഇതിപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്ന ഈ ദിവസങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന രാജ്യങ്ങളിലൊന്നാണ് പാലസ്തീൻ. എന്തുകൊണ്ടാണ്? പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ആ വലിയ യുദ്ധത്തെക്കുറിച്ച് എല്ലാവരും ഭയപ്പാടോടുകൂടി കണ്ടു നിൽക്കുകയായിരുന്നു. അതായത് ചില ഭൂമിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെറിയ രീതിയിലുള്ള യുദ്ധം തുടങ്ങി വെച്ചത്. പിന്നീട് അത് എത്ര പേരുടെ ഹൃദയത്തെ തകർത്തുവെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വലിയ വലിയ സൗധങ്ങളൊക്കെ തകർന്നു വീണു. ഒത്തിരി ജവാന്മാർ ധീരവൃത്തി മരിച്ചു. സാധാരണക്കാരൊത്തിരി പേര് തങ്ങളുടെ ജീവൻ വെടിഞ്ഞു. ഒരുപാട് പേര്, ഒരുപാട് മക്കൾ ഉറ്റവരും ഉടയവരുമില്ലാത്തവരായി മാറി. അങ്ങനെ കണ്ണുനീരിൻ്റെ കുറേ കാലങ്ങൾ നമ്മൾ കണ്ടു. ലോകം മുഴുവൻ ഇസ്രയേലിന് വേണ്ടിയും പാലസ്തീന് വേണ്ടിയും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നുവെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവെ, ദൈവകൃപയാണ് അവിടെ ഉണ്ടാകേണ്ടത്. എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചതെങ്കിൽ തീർച്ചയായും പാലസ്തീൻ്റെ
ഭരണത്തിൻ്റെ മേൽ, തീർച്ചയായും പാലസ്തീൻ്റെ നയതന്ത്രങ്ങളുടെ മേൽ, പാലസ്തീൻ്റെ സൈന്യത്തിൻ്റെ മേൽ, പാലസ്തീനിലായിരിക്കുന്ന എല്ലാ സാധാരണക്കാരുടെയും മേലും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഉണ്ടാകണം. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുക. എല്ലാ യഹൂദർക്ക് വേണ്ടി, പാലസ്തീനുള്ള യഹൂദർക്ക് വേണ്ടി, ഇസ്രയേലുള്ള യഹൂദർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവർ തമ്മിൽ ഐക്യമുണ്ടാകട്ടെ. കർത്താവേ, എല്ലാത്തിൻ്റെയും അവസാനം നിത്യതയാണെന്നുള്ള ബോധ്യം എല്ലാ മക്കൾക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ. തങ്ങൾ വെട്ടിപ്പിടിക്കുന്നതൊന്നും ആർക്കും ഉപകരിക്കുകയില്ലല്ലോ കർത്താവേ. അതെല്ലാം നിത്യതയിൽ നീ അവരോട് മുഖാമുഖം നിൽക്കുമ്പോൾ നീ ചോദിക്കുന്ന ഒരു കാര്യം, എന്ത് നീ ദൈവത്തിന് വേണ്ടി അത് ചെയ്തു എന്നുള്ളതായിരിക്കില്ല ഈശോയെ. കർത്താവെ, രാജ്യങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നത്, പ്രത്യേകമായിട്ട് ജെറുസലേമിൽ സമാധാനമുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയം പണിയപ്പെട്ട സ്ഥലം, അവിടെ സമാധാനമുണ്ടാകണമേ ഈശോയെ. അതോടൊപ്പം തന്നെ പാലസ്തീനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. രണ്ട് രാജ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ. അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൻ്റെ ഭിന്നതകളും ഭീതികളും നിൽക്കുന്നത് കൊണ്ട് കൃത്യമായ സമയങ്ങളിലെ കാർഷിക മേഖലകളിലെ വിളവെടുപ്പുകളൊക്കെ നടക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവരത് കൃത്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഉപജീവനത്തിന് വേണ്ടി ഒരുപാട് ദുരിതമനുഭവിക്കുന്ന സമയത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. പ്രത്യേകമായി രാത്രി കാലങ്ങളിലൊക്കെ അവിടെ ഉണ്ടാകുന്ന റെയ്ഡുകളിൽ അവിടെ തന്നെ അധിവസിക്കുന്നവർ ഒത്തിരിയേറെ മാനസികമായ ക്ലേശങ്ങളുണ്ടാകുന്നുണ്ട്. നമ്മൾ ഓർത്തുകൊള്ളുക, നമ്മൾ കിടന്നിറങ്ങുമ്പോൾ ഒരു റെയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയേറെ അസ്വസ്ഥരാകും. ഒന്ന് സ്വതന്ത്രമായിട്ട് കിടന്നുറങ്ങുവാനുള്ള ആ ഒരു സന്തോഷം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതല്ലേ. ദൈവത്തിൻ്റെ നീതി നടത്തപ്പെടണം. അവിടെ പൂർണ്ണമായി സമാധാന സംജാതമാകണം. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ സമാധാനം സ്ഥാപിക്കുവാൻ വന്നിട്ടുള്ളവനാണവൻ. എല്ലാവരുടെയും സമാധാനമാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. പല മേഖലകളിലും കർത്താവ് ഭിന്നതകളുള്ള മേഖലകളിലൊക്കെ ദൈവാത്മാവാൽ നിറയുവാനായിട്ട് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലകളെയും കർത്താവിനെ സമർപ്പിക്കാം. അവിടെ മരണമടഞ്ഞു പോയ എല്ലാ മക്കളെയും സാധാരണക്കാരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവർക്ക് വന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക നഷ്ടങ്ങളെയും ദൈവനാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് പാലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഒഴുക്കപ്പെടണമേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പാലസ്തീനിലായിരിക്കുന്ന ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, കേരളത്തിൽ നിന്നും പോയിട്ടുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ തൊഴിൽ ചെയ്തിട്ട് സീനിയോറിറ്റി ലഭിക്കാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവിടെ ആയിരിക്കുന്നവരുടെ തന്നെ മാതാപിതാക്കൾ ഈ നാട്ടിലുണ്ടെങ്കിൽ, ദുരിതമനുഭവിക്കുന്ന മക്കൾ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പലതരത്തിലെ ഏജൻസിക്ക് പണം കൊടുത്തിട്ട് തുടങ്ങി വെച്ച സംരംഭങ്ങളൊക്കെ പൂർത്തിയാകാതെ പോയ മക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് എല്ലാ വ്യക്തിപരമായിട്ടുള്ള രേഖകൾക്കും നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്. രേഖകളില്ലാത്തതിൻ്റെ പേരിൽ മാനസികമായി ദുരിതം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ കാലാവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുമൂലം ദുരിതം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കാം. നാട്ടിൽ നിന്നും അങ്ങോട്ട് പോകുവാൻ വേണ്ടി പലപ്പോഴായി ആഗ്രഹിച്ചിട്ടുള്ള മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ആ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള മക്കളെ നഴ്സിങ്ങിന്, അതുപോലെ മെഡിക്കൽ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ അവർ പോയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ അവിടെ പഠിച്ചിട്ട് ജോലി ലഭിക്കാത്ത മക്കളെ സമർപ്പിക്കാം. ഇങ്ങനെ പല മേഖലകളിൽ അവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും രാജ്യത്തിൻ്റെ മേലെ സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ വലിയ ദാനമുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ 5 രാജ്യങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ 5 രാജ്യങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യവും കൃപയും നിറയപ്പെടുവാനുള്ള വലിയ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ നൈജീരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ സ്വിറ്റ്സർലൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഈജിപ്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം അധിവസിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികളെയും, എല്ലാ സാമ്പത്തിക മേഖലകളെയും, രാഷ്ട്രീയ മേഖലകളെയും, സാമൂഹിക മേഖലകളെ, വിദ്യാഭ്യാസ മേഖലകളെ കർത്താവായ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകമായി പാലസ്തീനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Padre nostro che sei nei cieli, sia santificato il tuo nome, venga il tuo regno, sia fatta la tua volontà, come in cielo, così in terra. Dacci oggi il nostro pane quotidiano e rimetti a noi i nostri debiti, come anche noi li rimettiamo ai nostri debitori. E non abbandonarci alla tentazione, ma liberaci dal male. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Ave Maria, piena di grazia, il Signore è con te. Tu sei benedetta fra le donne, e benedetto è il frutto del tuo seno, Gesù. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Gloria al Padre, al Figlio e allo Spirito Santo, come era nel principio e ora e sempre, nei secoli dei secoli. Amen.
Gesù mio, perdona le nostre colpe, preservaci dal fuoco dell'inferno, porta in cielo tutte le anime, specialmente le più bisognose della tua misericordia. Regina del Santo Rosario, prega per noi. sotto la tua protezione cerchiamo rifugio. Santa Madre di Dio, non disprezzare le suppliche di noi che siamo nella prova, ma liberaci da ogni pericolo, o Vergine gloriosa e benedetta. Speranza nostra, salve, salve Regina. A te ricorriamo, esuli figli di Eva, a te sospiriamo, piangenti in questa valle di lacrime. Avvocata nostra, volgi a noi gli occhi tuoi, mostraci dopo questo esilio il frutto del tuo seno, Gesù. Salve Regina, Madre di misericordia, o clemente, o pia, o dolce Vergine Maria. Salve Regina, salve Regina, salve. സ്രഷ്ടാവം വീണും ഏറ്റം മഹത്താവി കൂദാശയിൽ നവനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിന്നു ഇന്ദ്രിയങ്ങൾക്കിടും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസം ദിവ്യനിധി ദൈവപിതാവിനും തന്റെ ഗജാതൻ സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിൻ ഔവീരം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തി കീർത്തി ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, തിരുക്കുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമാണ് വിസ്മയവഹമായി കൂതാശ ഞങ്ങൾക്ക് നൽകിയത്. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ്. അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യം എന്ന് വണങ്ങുവാൻ അനുഗ്രഹമല്ലെന്ന് നിത്യമായി ജീവിച്ച് വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഗോള ജെറിയ പ്രയറിന്റെ 4-ാം ദിവസത്തിൽ നമ്മൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാ ശക്തികളെയും തിന്മകളുടെ ശക്തികളെയും തച്ചുടക്കുന്ന വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ
കർത്താവിൻ്റെ കരുണയുടെ കീഴിൽ എല്ലാ രാജ്യങ്ങളെയും സമർപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് സമർപ്പിച്ച് ഈജിപ്ത്, പാലസ്തീൻ, നൈജീരിയ, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളെ സമർപ്പിക്കാം. എല്ലാ മക്കളെയും ഈ നാട്ടിലായിരിക്കുന്നവരെ, ഒരുപാട് കണ്ണീരോടുകൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ, തങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പൂർണ്ണമായും എല്ലായിടങ്ങളെയും സ്പർശിക്കുവാൻ പോകുന്ന സമയം, ദൈവാത്മാവ് നിറയപ്പെടുവാൻ പോകുന്ന സമയം, കാരുണ്യത്തിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സ്തുതിപ്പുകളോടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനായവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഡത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മാനവദൂതൻ തൻ മണിനാദമേതാ കേൾക്കുന്നു പാടിടാം മേരീതൻ സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം മാതാവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം മാതാവേ. മാമകൃത്തിന നിൻ സ്വന്തമേ. ഓ മേരി നിർമ്മലേ തൃക്കൺ പാർക്കണ്ടേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം മാതാവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം മാതാവേ.